ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ VSSCയിലെ അതിസങ്കീർണ ശാസ്ത്രീയ പരിശോധന തുടരുന്നു. പാളികളിൽ നിന്നുള്ള സാമ്പിളുകളുടെ ഡീകോഡിംഗ് പുരോഗമിക്കുന്നു എന്നാണ് വിവരം. പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുക അതീവ സമഗ്രം എന്നാണ് വിശദീകരണം. ഷഫീദ് റാവത്ത് ചേരുന്നു. ഷഫീദ്, ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് പിന്നിലുള്ള പ്രധാന കാലതാമസം കടമ്പ ഈ പറയുന്ന അവ്യക്തത. നേരത്തെ VSSCയുടെ പരിശോധന റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ദ്വാരപാലക പാളികൾ അപ്പാടെ കടത്തിയോ എന്നതിന് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒരു മറുപടി കിട്ടുന്നില്ല എന്നത് തന്നെയല്ലേ ഷഫീദ്? അതുകൊണ്ടല്ലേ പരിശോധന തുടരുന്നത്? കശ്മീർ ഉറപ്പായിട്ടും. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട വെല്ലുവിളിയായത് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികൾ തിരികെ ശബരിമലയിലേക്ക് മടക്കി കൊണ്ടുവന്നോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ ഈ കാലപ്പഴക്ക പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തണം. മാത്രവുമല്ല, കൃത്യമായി എത്ര സ്വർണം അത് നഷ്ടമായി എന്നറിയാൻ കൂടി അത്തരം പരിശോധനകൾ നടത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ VSSCയുടെ പരിശോധന നിർണായകമായിരുന്നു. കഴിഞ്ഞ തവണ ഒരു റിപ്പോർട്ട് കൊടുത്തെങ്കിലും ആ റിപ്പോർട്ടിൽ അവ്യക്തമായ മറ്റു ചില കാര്യങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് SITയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതായത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ VSSCയിലെ പരിശോധനയ്ക്ക് കൂടുതൽ സാമ്പിളുകൾ VSSCക്ക് SIT കൈമാറിയിട്ടുള്ളത്. ഈ സാമ്പിളുകളുടെ പരിശോധന പൂർത്തിയായിട്ടില്ല. പാളികളുടെ സാമ്പിളുകളുടെ ഡീകോഡിംഗ് തുടരുന്നെന്നാണ് SIT കേന്ദ്രങ്ങളിൽ നമുക്കറിയാൻ കഴിയുന്ന വിവരം. നടക്കുന്നത് അതിസങ്കീർണമായിട്ടുള്ള പരിശോധനകളാണ്. അതുകൊണ്ട് തന്നെ പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന അതീവ സമഗ്രമെന്നും ഇപ്പോൾ വിശദീകരണമായി വരുന്നുണ്ട്. നിലവിൽ ലഭിച്ച റിപ്പോർട്ടുകളിൽ വിവരങ്ങൾ അവ്യക്തമാണ്. VSSCയുടെ അന്തിമ റിപ്പോർട്ട് ലഭിക്കും വരെ കുറ്റപത്രം തയ്യാറാക്കുന്നത് വൈകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.